are trying to reach is currently switched off. അപ്പുൻ്റെ ഗീതാൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അവിടെ നീ അങ്കിൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണുമോ? അല്ലെങ്കിൽ രണ്ടുപേരുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കില്ലല്ലോ. അങ്കിളിനെ വിളിച്ചു നോക്കാം. The number you are trying to reach is currently switched off. മാളു, എങ്ങോട്ടാ വാലെ തീ പിടിച്ച പോലെ? എനിക്കൊന്ന് പുറത്തു പോകണം. വേണ്ട, ഒരിടത്തേക്ക് നീ ഇപ്പൊ പോകണ്ട. പോകുന്നതും വരുന്നതും ഒക്കെ മതിയായി ഇവിടെ ഉള്ളവർക്ക്. മുത്തശ്ശി, ഞാൻ പോയിട്ട് ഉടനെ തന്നെ വരാം. വേണ്ടെന്നേ, ഈ മുറി വിട്ട് നിന്നെ എങ്ങോട്ടും വിട്ടേക്കരുതെന്ന് മുരളി എന്നെ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയിരിക്കുക. ഇനി അഥവാ പോയേ പറ്റുമെന്ന് നിർബന്ധമാണെങ്കിൽ പറഞ്ഞാ മതി. എവിടെയാണെങ്കിലും ഞാൻ കൂടി വരാം. എനിക്ക് ആരുടെ എസ്കോട്ടൊന്നും വേണ്ട. തനിച്ചു പോവാൻ എനിക്കറിയാം. കൊച്ച, മര്യാദക്ക് പറയുന്ന കേട്ടോണം. പുന്നരിക്കാനും കൊഞ്ചിക്കാനും മാത്രമല്ല എനിക്കറിയാവുന്നേ. അനുസരണക്കേട് കാണിച്ചോ നല്ല പിടവച്ചേരും ഞാൻ പറഞ്ഞേക്കാം. എന്റെ അശ്വതിയുടെ അനുവാദമില്ലാതെ നീ ഈ വീടിന് പുറത്തു പോകാൻ നോക്കിയ മുട്ടുകോല് തല്ലി ഒടിച്ചോളാനാ മുരളി എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നെ കൊണ്ട് നീ വെറുതെ കത്തിവേഷം എടുപ്പിക്കല്ലേ മാളു. തല്ലുവോ? എന്നെ തല്ലുവോ? തല്ലുവോന്ന് എങ്കി ഒന്ന് കാണണല്ലോ. തല്ല്, തല്ലെന്നെ തല്ലി കൈയും കാലും ഓടിക്കേ. എല്ലാവരുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. മാളു, എന്താ എന്താ ഇതൊക്കെ? ആരോടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അശ്വതിയെ, മോളുടെ പോക്കിപ്പോ എങ്ങോട്ടാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? വിവരവും വിദ്യാഭ്യാസവും കൂടിപ്പോയതിന്റെ കുഴപ്പമായത്. നീ ഇപ്പൊ വന്നില്ലായിരുന്നെങ്കിലേ പൊന്നുമോളുടെ കൈ എന്റെ ദേഹത്ത് വീണേനെ. അനുഭവിച്ചോ? നേരത്തിനും കാലത്തിനും ചോറ് മാത്രം ഊട്ടി വളർത്തിയാ പോരാ, നല്ല ചൊല്ലും തല്ലും കൊടുത്ത് വളർത്തണം പെൺപിള്ളാരെ. ഒന്നേ ഉള്ളെങ്കിലും ഒലക്കടിച്ച് വളർത്തണോന്ന് കാരണവന്മാര് പറയുന്നത് വെറുതെ അല്ലെന്ന് ഇപ്പൊ മനസ്സിലായോ? എന്തു ഭാവിച്ച മാളു ഇങ്ങനെയൊക്കെ? ഒരു തരത്തിൽ നീ ഞങ്ങളെ സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല എന്നതാണോ നിന്റെ ഉദ്ദേശം? അത് തന്നെ എനിക്ക് അമ്മയോടും ചോദിക്കാനുള്ളത്. എന്താ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്ന്? എന്നെ മുറിയിൽ പൂട്ടിയിട്ട് പുറത്ത് കാവൽ ഏർപ്പെടുത്തിയാലേ അച്ഛനും അമ്മയ്ക്ക് സമാധാനാവുള്ളോ? ഇങ്ങനെ മുറിയിൽ പൂട്ടിയിട്ട് വളർത്താൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അതുകൂടി ഒന്ന് പറഞ്ഞാ കൊള്ളാം. എന്താ ചെയ്തത് നിനക്കറിയില്ലേ? ആ VPയുടെ മുടിഞ്ഞ സന്താനമായിട്ട് ഒരു കൂട്ടുകെട്ടും വേണ്ടെന്ന് നിന്നോട് ഞങ്ങൾ എത്ര തവണ പറഞ്ഞു. എന്നിട്ട് അതിന് തരുമെങ്കിലും നീ വില കൽപ്പിച്ചോ? അപ്പുമായിട്ട് ഞാനൊന്ന് മിണ്ടുകയോ അടുത്ത് ഇടപഴകുകയോ ഒക്കെ ചെയ്താൽ എന്ത് കുഴപ്പമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നേ? അമ്മേ, ഞാൻ എന്തുകൊണ്ടാണ് അപ്പുവിന്റെ ഒപ്പം നിൽക്കുന്നതെന്ന് കാര്യകാരണ സഹിതം ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ? എന്നിട്ട് നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ തുടങ്ങുന്നത് എന്ത് കഷ്ടമാണ് അമ്മേ. അച്ഛന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രകടനം കാരണം അപ്പുവിന്റെ വീട്ടില് എന്തോ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ട്. അവിടെ വിളിച്ചിട്ട് എല്ലാവരുടെ ഫോണും സ്വിച്ച് ഓഫാ. എന്താ കാര്യം അന്വേഷിക്കാനാ ഞാൻ പോകുന്നേ. പ്ലീസ് അമ്മ, എന്നെ തടയരുത്. വേണ്ട മാളു, നീ ഇപ്പൊ എങ്ങോട്ടും പോവണ്ട. അവിടെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. നീ വെറുതെ അതിലൊന്നും ഇടപെടാൻ പോവണ്ട. അച്ഛൻ അതൊന്നും ഇഷ്ടമല്ല. അച്ഛന് മാത്രമല്ല, ഞങ്ങൾക്കും. ഇനി പോയി അന്വേഷിച്ചാൽ നിനക്ക് തൃപ്തിയാവുന്നുണ്ടെങ്കിൽ പൊയ്ക്കോ. പക്ഷേ നിന്റെ അച്ഛനും കൂടെ വന്നിട്ട് മതി. പറഞ്ഞല്ലോ, മുരളിയുടെ അനുവാദമില്ലാതെ നിന്നെ എങ്ങോട്ടും വിടരുതെന്ന് കർശനമായിട്ട് ഞങ്ങളെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുക. ഇനി നിനക്ക് കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി അവരുടെ ക്ഷേമം അന്വേഷിച്ചേ ഇരിക്കപ്പുറത്ത് കിട്ടുകയുള്ളെന്നുണ്ടെങ്കിൽ നിന്റെ അച്ഛൻ വരുമ്പോ രണ്ടുപേരൂടെ പോയിട്ട് വാ. ഞങ്ങൾക്കൊരു പരാതിയില്ല. അല്ലാതെ ഒറ്റയ്ക്ക് ഈ വീടിന്റെ പടി കിടക്കാന്ന് പൊന്നുമോള് വിചാരിക്കണ്ട. എനിക്ക് പോണ്ടെങ്കിലോ? അവിടേക്കെന്നല്ല, ഇനി ഒരിടത്തേക്കും ഈ വീട് വിട്ട് ഞാൻ പോകുന്നില്ല. അപ്പൊ എല്ലാവരുടെയും സംശയവും പേടിയൊക്കെ അവസാനിക്കുമല്ലോ. മാളു, അതെ, മാളു തന്നെയാ പറയുന്നേ. ഇനി നിങ്ങളൊക്കെ എത്ര എന്നെ നിർബന്ധിച്ചാലും ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ട് പോയില്ല. അപ്പൂന്നല്ല, ആരോടും ഒരാളോട് പോലും മിണ്ടില്ല. ഇനി ആരും എനിക്ക് വേണ്ടി ഇവിടെ കാവലിരിക്കണമെന്നില്ല. എല്ലാരും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. മാളു, മാളു, കഥക് തുറക്കാൻ.